സ്ത്രീകൾക്കെതിരെ കടുത്ത പരാമർശവുമായി, വിവാദ പരാമർശവുമായി ഒരു യൂട്യൂബർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയതിൽ വിവാദ പ്രസ്താവനയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയുടെ പോസ്റ്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ. വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് PA സാഗർ ചേരുന്നുണ്ട്. സാഗർ, ഇതുപോലെ ഈ സമൂഹ മാധ്യമത്തിലൂടെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നിയമ നടപടി വേണം. പക്ഷേ ഈ അജയ് ഉണ്ണിയുടെ പരാമർശം FB പോസ്റ്റർ അല്പം കടന്ന കൈയായിട്ടില്ലേ? കാരണം മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ്. ഇയാൾക്കെതിരെ നിയമ നടപടി ആവശ്യമല്ലേ സാഗർ? തീർച്ചയായും ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചും ദീപക്കിന് അനുകൂലമായിട്ടും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പോസ്റ്റുകളും വ്ളോഗുകളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തൊടുപുഴ സ്വദേശിയായ അജയ് ഉണ്ണി ഇത്തരത്തിലൊരു ആരോപണവുമായി എത്തിയിരിക്കുന്നത്. ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായി ദീപക് ജീവനൊടുക്കിയ ഈ ഒരു സംഭവത്തിൽ ബലാത്സംഗ ആഹ്വാനവുമായാണ് BJP പ്രവർത്തകൻ കൂടിയായ യൂട്യൂബർ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭയിലേക്ക് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഈ അജയ് ഉണ്ണി എന്നറിയപ്പെടുന്ന അജയ് മാരാർ. ഇയാളാണ് ബലാത്സംഗ ആഹ്വാനവുമായി എത്തിയത്. ഇദ്ദേഹം ഇന്നലെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രസിദ്ധീകരിച്ച വീഡിയോയിലൂടെയായിരുന്നു ബലാത്സംഗം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തത്. യുവതിയെ പിന്തുണച്ചവർക്കെതിരെയും ഇയാൾ മോശം രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് ഇയാളുടെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിനു മുമ്പും പലതരത്തിലുള്ള മോശം വാക്കുകളും പദങ്ങളും എല്ലാം ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇയാൾ. അതിനെതിരെ പല രീതിയിലും ഇയാൾക്കെതിരെ വിമർശനങ്ങളും ഉയരാറുണ്ട്. ഇയാൾ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, പീഡന കേസിൽ ജയിലിൽ പോയാൽ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. ഈ സന്മനസ്സുള്ള സർക്കാർ എന്ത് കേസിൽ ജയിലിൽ പോയാലും 620 രൂപ വെച്ച് നൽകുമെന്നും ഇയാൾ ജയിൽ പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ച നടപടിയെയും പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദീപക്കിന് ബസ്സിൽ ഉണ്ടായതുപോലുള്ള ദുരനുഭവങ്ങൾ ആണുങ്ങൾക്ക് ഇനിയും നേരിടേണ്ടി വരും. അത്തരത്തിൽ മനസ്സിന് കട്ടിയില്ലാത്ത ആണുങ്ങൾ ചെന്ന് മരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ അവരെ കുറിച്ച് മോശം പറയുന്ന സ്ത്രീകളെ പോയി ബലാത്സംഗം ചെയ്യുക, അതിനുശേഷം മരിക്കുക എന്നതാണ് ഇയാൾ വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഒരു കുറ്റവും ചെയ്യാതെ മരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടായാൽ സ്ത്രീകൾ അതിജീവിതയായി മാറും, പുരുഷന്മാർ മറ്റൊരു രീതിയിലേക്കാവും അവരെ സമൂഹം നോക്കി കാണുക. അതുകൊണ്ടാണ് ഇത്തരത്തിൽ താൻ പറയുന്നത്. ഇതിനെതിരെ തനിക്ക് നിയമ നടപടി നേരിടേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇയാൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ, ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എല്ലാം തന്നെ പങ്കുവച്ചിട്ടുള്ളത്. ഇയാൾ ഇതിനു മുമ്പും ഇത്തരത്തിൽ മോശം പദപ്രയോഗങ്ങൾ നടത്തി ഉൾപ്പെടെയുള്ള പല വീഡിയോകളും ഇയാളുടെ പോസ്റ്റിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇത്തരത്തിലൊരു സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ നിയമപരമായി നേരിടുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ, അത് ഒരു യൂട്യൂബർ പറയുന്നത് തന്നെ ഒരു പറയാൻ പാടില്ലാത്തൊരു കാര്യമാണെന്നാണ് സമൂഹം വിലയിരുത്തുന്നത്. ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബറായി മാത്രം ഇയാളെ കാണാൻ പാടില്ലല്ലോ സാഗർ. പൊതുപ്രവർത്തകനാണ്, BJPയുടെ പ്രവർത്തകനാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ്. ഇയാൾക്കെതിരെ പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? പോലീസിൻ്റെ ശ്രദ്ധയിൽ ഈ ഫേസ്ബുക്കിലെ ഈ പോസ്റ്റ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ടോം, ഇയാളൊരു യൂട്യൂബർ മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത്തവണ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭയിൽ 5ാം വാർഡിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഇദ്ദേഹം. ഇയാൾ പരാജയപ്പെട്ടിരുന്നു. എന്നാലും NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയ ആളാണ് ഈ അജയ് ഉണ്ണി എന്ന അജയ് മാരാർ. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ഇയാൾ മത്സരിച്ചതെല്ലാം. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു യൂട്യൂബറായി മാത്രം നമുക്ക് കാണുവാൻ കഴിയില്ല, ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണെന്ന് ഉള്ളതാണ് സത്യം. ഈ പൊതുപ്രവർത്തകർ വാക്കുകൾ പറയുമ്പോൾ അതിലെല്ലാം തന്നെ മിതത്വം പാലിക്കണം, അല്ലെങ്കിൽ വേണ്ട വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ നമ്മൾ അറിയേണ്ടത്. ഈ ഇത്തരത്തിലുള്ള ഒരു മോശം പരാമർശം ഇദ്ദേഹം നടത്തിയതിന് ഈ പേജിലൂടെ വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അധികം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്. ഇത് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വീഡിയോ പരിശോധിച്ച ശേഷം നടപടിയെടുക്കാം എന്നാണ് തൊടുപുഴ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ വ്യാപകമായ ഒരു വിമർശനം ഇയാൾക്കെതിരെ ഉയരുന്നുണ്ട്. പരാതിയുമായി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുമെന്ന് രാവിലെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ പോലീസിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും പോലീസ് ഇയാളുടെ വീഡിയോ പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേട്ടോ.
യെസ്, വ്യക്തമാണ്. PA സാഗറാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.